നമ്മളായിരിക്കുന്ന ദേവാലയങ്ങളിൽ, നമ്മളായിരിക്കുന്ന വിശ്വാസത്തിൽ അല്ലെങ്കിൽ സഭകളിൽ, എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും എക്യുമെനിക്കൽ രീതിയിൽ, അതായത് ഓരോ സഭകളിൽ വിശ്വസിക്കുന്നവരാണ്. കത്തോലിക്ക സഭയുണ്ട്, യാക്കോബായ സഭയുണ്ട്, ഓർത്തഡോക്സ് സഭയുണ്ട്, അങ്ങനെയുള്ള ഓരോ സഭകളിൽ വിശ്വാസികളാണ്. നമ്മളായിരിക്കുന്ന സഭകളിലെ പുരോഹിതരൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ആരാധന രീതികൾ എങ്ങനെയാണ്, അവിടുത്തെ പ്രവൃത്തികൾ എങ്ങനെയാണ്? ഇപ്പോഴും ആ ബാലിൻ്റെ പിന്നാലെ, ആ ദൈവം ഉപേക്ഷിച്ചത്, ദൈവം തിന്മയാണെന്ന് പറഞ്ഞത്, ദൈവം നശിപ്പിക്കാൻ പറഞ്ഞത്, ദൈവം തകർത്തെറിയാൻ പറഞ്ഞത് അവരിന്ന് ശ്രേഷ്ഠമായി കരുതി എന്ത് ചെയ്യുക? അവരുടെ ആലയങ്ങളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിലുള്ളൊരു പ്രശസ്തമായ ദേവാലയം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട ചർച്ചിൽ ചെന്നതാണ്. അല്ലാതെ ചർച്ചിൽ ആരാധനയ്ക്ക് പോയി നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, എൻ്റെ ജോലിയുടെ ഭാഗമായി ആ ചർച്ചിൽ ചെന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആദ്യം കണ്ടത്, അവിടുത്തെ തിരുനാൾ കഴിഞ്ഞ് തൊട്ടടുത്ത ആഴ്ചകളാണ്, ആ ദിവസങ്ങളാണ്. അവിടെ ചെന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു വലിയ ആനവിളക്കുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്കറിയാം, ആനവിളക്ക്, ഒരു വലിയ ആനവിളക്ക്. അപ്പോൾ ഈ ആനവിളക്ക് അന്നത്തെ ഏതോ സാമൂതിരി സംഭാവന ചെയ്താണെന്ന് പറയപ്പെടുന്നത്. ഈ ആനവിളക്കിൽ നിറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും, അതിൻ്റെ താഴെ വലിയൊരു അണ്ടാവും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആളുകൾ വന്നിട്ട് ചെറിയ ഒരു കയ്യിലും വെച്ചിട്ടുണ്ട്. നമുക്ക് കുപ്പിയിൽ കൊണ്ടുവന്ന് ഈ കയ്യിലിൽ ഈ വെളിച്ചെണ്ണ കോരിയെടുക്കാം, ഈ വെളിച്ചെണ്ണ വാരിയെടുക്കാം. കുറേ ആളുകൾ ഓടി വരുന്നുണ്ട്. കുറേ എണ്ണം ആനവിളക്കി തൊട്ട് കുറേ നെറ്റിത്ത് തൊടുന്നുണ്ട്, കുറേ എണ്ണം തലയിൽ തൊടുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നതിനൊപ്പം ചിലർ കുപ്പിയിൽ കൊണ്ടുവന്ന് ഈ എണ്ണ എന്ത് ചെയ്യുന്നുണ്ട്? പകർന്നു കൊണ്ടുപോകുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ വല്ല അനുഗ്രഹം ഉണ്ടാവോ? ഏതോ അവിശ്വാസിയായ, യേശുവിനെ ആരാന്നറിയാത്ത, യേശുവിനെയോ അവൻ്റെ ദൈവത്വത്തെയോ അവൻ്റെ രാജ്യത്തെയോ അവൻ്റെ നീതിയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു രാജാവോ ഒരു സാമൂതിരിയോ സമർപ്പിച്ച ഒരു ആനവിളക്കിൽ നിന്നും ഒഴുകുന്ന എണ്ണ ഇന്ന് നിനക്ക് അനുഗ്രഹം നൽകുമോ? ക്രിസ്ത്യാനി നിന്നെ അനുഗ്രഹിക്കാൻ സാധിക്കുമോ? ഇല്ല. പക്ഷെ വരുന്നവരും പോകുന്നവരും എന്ത് ചെയ്യുന്നു? ഇത് തൊട്ട് നെറ്റിയിലും തലയിലും രോഗമുള്ളിടത്തും അലർജി ഉള്ളിടത്തും എല്ലായിടത്തും തൂത്തു വയ്ക്കുന്നു. എന്നിട്ട് നോക്കുക, ഇതിൽ നിന്നും സൗഖ്യം കിട്ടും, ഇതിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കും. ഞാനിങ്ങനെ കൗതുകത്തോട് കുറച്ച് നേരം നോക്കിയിരുന്നു. കൊള്ളാം, നല്ല പരിപാടി, നല്ല രസമുണ്ട്. എനിക്ക് തോന്നി അതൊന്ന് വെറുതെ വീഡിയോ ഷൂട്ട് ചെയ്യാം. ആരും എടുക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്തില്ല, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ അവരുടെ പ്രൈവസിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? പ്രവേശിക്കരുത്. അപ്പോൾ ഞാൻ ആളുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പുറകിൽ, ഈ ആനവിളക്കിൻ്റെ പുറകിൽ മറ്റൊരു ശുശ്രൂഷ നടക്കുന്നു. അവിടെ ഒരു പുരോഹിത വസ്ത്രങ്ങൾ ഇട്ടിരിക്കുന്നു. കുറച്ച് ആളുകൾ ഒരു ചെറിയൊരു തുണ്ട് പേപ്പറുമായി നടന്നു വരുന്നു. ഇത് പുരോഹിതന് കൊടുക്കുന്നു. പുരോഹിതൻ അത് വായിക്കുന്നു, നോക്കുന്നു, തലയിൽ കൈവയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതെന്താ സംഭവം? എനിക്ക് ഒരു കൗതുകം തോന്നി, ഇതെന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പതിയെ ക്യാമറ എടുത്ത് വെച്ച് ഞാൻ വീണ്ടും ഇതെന്താന്ന് നോക്കി. അപ്പോൾ ഈ പുരോഹിതൻ്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട് അടിമ. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അടിമ. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് കൗണ്ടറിലേക്ക് നോക്കി. അപ്പോൾ കൗണ്ടറിൽ എഴുതി വെച്ചിട്ടുണ്ട് അടിമ 10 രൂപ. അടിമ നേർച്ച 10 ആണെന്ന് തോന്നണോ, 5 ആണോ 10 ആണോ 15 ആണോ എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറകിലേക്ക് നോക്കിയപ്പോൾ അവിടെ അടിമ എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഇപ്പുറത്ത് നോക്കിയപ്പോൾ കൗണ്ടറിലുണ്ട് അടിമ. പിന്നെ വെടിവഴിപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, വെടിവഴിപാട്. കാരണം നമ്മുടെ ദൈവം എന്താ? ശബ്ദം കേൾക്കാത്തവൻ. അപ്പോൾ വെടി വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒന്ന് ഇറങ്ങി വന്നൊന്ന് അനുഗ്രഹിക്കും. അങ്ങനെ വെടിവഴിപാട്, അടിമ, ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഈ അച്ഛൻ തുടരെ നിരയായിട്ട് ആളുകൾ കുടുംബസമേതം വന്ന് നിൽക്കുന്നു. കുറച്ചൊന്നുമല്ല, നല്ല തിരക്കാണ്. അച്ഛനാണെങ്കിൽ ഇരിക്കാൻ നേരമില്ല, ആളുടെ നടുവൊക്കെ വേദനെടുത്തു. അത് കഴിഞ്ഞ് ഞാനിത് കണ്ടു, ഞാൻ അകത്തോട്ട് പോയി. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഈ പാവത്തിന് ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല. ഇതപ്പോഴും നിന്ന് എന്ത് ചെയ്യുക? ഈ അടിമ വെച്ചുകൊണ്ടിരിക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് പുള്ളിക്ക് ദാഹിച്ചു. അപ്പോൾ ഞാൻ നിൽക്കുന്നതിന് തൊട്ടടുത്താണ് ഒരു ഡിസ്പെൻസർ വെച്ച് വെള്ളം വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് അച്ഛൻ ഓടി വന്ന് എൻ്റെ അടുത്ത് നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കുടിച്ചു. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്താ പരിപാടി? അച്ഛൻ പറഞ്ഞു, എന്തേ മോനെ? അല്ല, അച്ഛൻ എന്താ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അച്ഛൻ പറഞ്ഞു, അത് ഈ വ്യക്തിയെ ആ വിശുദ്ധന് പൂർണ്ണമായി സമർപ്പിച്ച് ആ വിശുദ്ധനിൽ നിന്നും ഇവരുടെ നിയോഗങ്ങൾ നടത്തി കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അതാണല്ലോ അടിമ അല്ലേ? അതെ, അത് തന്നെയാണ്. ബൈബിളിലൊരു വാക്യമുണ്ട് അച്ഛാ. ആ വാക്യം എങ്ങനെ പറയുന്നത്? നിങ്ങൾ ആരുടെയും മനുഷ്യരുടെ അടിമകളാകാൻ നിങ്ങൾ തുനിയരുത്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളാകരുത് എന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ടല്ലോ അച്ഛാ. അപ്പോൾ ഇതെങ്ങനെ ശരിയാകും? അപ്പം അച്ഛൻ പറഞ്ഞു, അത് ഈ അടിമയല്ല,
അത് വേറെ അടിമ, ഇത് വേറെ അടിമ. അതായത് മറ്റുള്ളവരിടുമ്പോൾ അത് നിക്കറും അല്ലെങ്കിൽ പാൻറ്റും, ഞങ്ങളിടുന്നത് വള്ളിക്കറസും. അതായത് വിജാതീയർ വിഗ്രഹത്തിന് മുമ്പിൽ പോകുമ്പോൾ അത് വിഗ്രഹാരാധന, ഞങ്ങൾ വിഗ്രഹം വയ്ക്കുമ്പോൾ അത് സ്വരൂപ വണക്കം. വിജാതീയർ അടിമയായിട്ട് ഇങ്ങനെ ബാലിന് മുൻപിൽ സമർപ്പിക്കുമ്പോൾ, ഇങ്ങനെ ബാലിന് മുൻപിൽ പാപം ചെയ്യുമ്പോൾ, ഇങ്ങനെ ബാലിന് മുൻപിൽ സ്വന്തം മക്കളെ ബലിയർപ്പിക്കുമ്പോൾ അത് വേറെ, ഇത് വേറെ. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ അതെങ്ങനെ ശരിയാവും? ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനുഷ്യരുടെ അടിമകളാകരുത് എന്ന് വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം വായിക്കാം. 1 കൊരിന്തോസ് അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. 22-ാം വാക്യം മുതലൊന്ന് വായിക്കാമോ? എന്തെന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചവൻ കർത്താവിനാൽ സ്വതന്ത്രനാക്കപ്പെട്ടവനാണ്. അതുപോലെ തന്നെ സ്വതന്ത്രനായിരിക്കുന്നവൻ വിളി ലഭിച്ചവൻ ക്രിസ്തുവിൻ്റെ അടിമയുമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് ആരോടാ പറയുന്നത്? ഏത് ജനതയോടാ പറയുന്നത്? കൊരിന്തോസിലുള്ള ജനതയോടാ പറയുന്നത്. ഈ കൊരിന്തോസിലുള്ള ജനത എന്തിൻ്റെ അടിമയായിരുന്നു? ഇവർ ഏത് തലത്തിൽ അടിമയായിരുന്നു? പാപത്തിൻ്റെ, മ്ലേച്ഛതയുടെ അങ്ങേയറ്റം പോയിരുന്ന ജനതയാണ് അവർ. ഈ പാപം ചെയ്ത ജനത്തോടാണ് പൗലോസ് പറയുന്നത്, ഒരു കാലത്ത് നിങ്ങൾ എന്തിൻ്റെ അടിമയായിരുന്നു? ഈ പറയുന്ന വേശ്യ സമ്പ്രദായത്തിൻ്റെ, ഈ പറയുന്ന തിന്മകളുടെ അടിമത്തത്തിലായിരുന്നു നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ. നിങ്ങൾ അടിമയായിരുന്നപ്പോൾ ദൈവം നിങ്ങളെ വിളിച്ച്, നിങ്ങളെ വേർതിരിച്ച് ദൈവ സാന്നിധ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നു. ഇന്ന് നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? നിങ്ങൾ വീണ്ടും അതേ അടിമത്തത്തിലേക്ക് നിങ്ങൾ പോവുകയാണോ എന്നൊരു ചോദ്യമാണ് കർത്താവ് ചോദിക്കുന്നത്. ഹല്ലേലൂയ, ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. എടാ, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. എങ്ങനെ വിലയ്ക്ക് വാങ്ങിയത്? യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. നിങ്ങളുടെ സ്വർണവും തങ്കവും യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുക, പുതുക്കപ്പെട്ടിരിക്കുക. ഇനി നിന്റെ സ്വർണത്തിൽ അഴുക്കില്ല. നിന്റെ അഴുക്കുകളെ മാറ്റി നിന്നെ വിശുദ്ധീകരിച്ചവൻ ക്രിസ്തു യേശുവാ. അവനിൽ നിനക്ക് വിലയ്ക്ക് വാങ്ങുകയാണ്. ഇനി നീ മനുഷ്യൻ്റെ അടിമയാകാൻ പോകാമോ? ഇനി മനുഷ്യൻ്റെ അടിമയാകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതാ കൃത്യമായിട്ട് പറയുന്നത്, നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാ. നിങ്ങൾ ഇനി മനുഷ്യരുടെ അടിമകളായി തീരരുത്. എൻ്റെ ചോദ്യം ഇതാ, സെബസ്ത്യാനോസ് പുണ്യാളൻ മനുഷ്യനാണോ ദൈവമാണോ? മലയിൽ ഈ പരിപാടി നടക്കുന്നുണ്ട്. തോമാസ് ലീഹയ്ക്ക് അടിമ വയ്ക്കുന്നത്. തോമാസ് ലീഹ മനുഷ്യനാണോ ദൈവമാണോ? ഇവിടെ മാതാവിന് അടിമ വയ്ക്കുന്ന പരിപാടിയുണ്ട്. മാതാവ് ദൈവമാണോ മനുഷ്യനാണോ? ഞങ്ങൾക്ക് ഈ വിശുദ്ധരോടോ മാതാവിനോടൊന്നും ഒരു വിരോധമില്ല, ഒരു വൈരാഗ്യമില്ല. ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെന്ന്. കർത്താവിനെ ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ ശക്തമായി ഞങ്ങൾക്ക് അവരുടെ പേര് പോലും ഉച്ചരിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളെക്കാൾ വിശുദ്ധരായി ദൈവസന്നിധിയിൽ ഇന്നും ദൈവരാജ്യത്തുള്ള മാതാവിനെ, വിശുദ്ധരെ നിന്ദിക്കാനല്ല ഞങ്ങളിത് പറയുന്നത്. പക്ഷെ ആ നാമം പോലും എന്ത് ചെയ്യുക? അവിടെ പണത്തിന് വേണ്ടി ഒരു 10 രൂപയുടെ ടിക്കറ്റ് വെച്ച്, കൂപ്പൺ വെച്ച് വിൽപ്പന നടത്തി മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ചില പുരോഹിത വർഗത്തെയാണ് നമ്മൾ കാണേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അതേ ബാലിൻ്റെ ബാൽ എങ്ങനെയായിരുന്നോ അതേ തിന്മയിൽ പോകുന്ന പലരും, പല വ്യക്തികളും, ഞാൻ പറയുന്നത് പലർക്കും വിഷമം ഉണ്ടാകണം. അങ്ങനെയെങ്കിലും ഈ പാപത്തിൽ നിന്ന് പിന്തിരിയണം, തിരിച്ചു വരണം. ഇല്ലേ? നമ്മളായിരിക്കുന്ന സഭയിലൊക്കെ ഈ പരിപാടി ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ചില മക്കൾ ഇപ്പോഴും അനുഗ്രഹത്തിലേക്ക് വരുന്നില്ലെങ്കിൽ, ഇപ്പോഴും ചില അമ്മച്ചിമാരും ഒന്ന് പറയും, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കുക. അവൻ ക്യാമ്പിലൊക്കെ വരുന്നുണ്ട്, പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നുണ്ടെന്നേ, പക്ഷെ ഒരു മാറ്റമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ ഒരു മാറ്റം അവന് കാണുന്നില്ല. ഒന്ന് പോയി പരിശോധിച്ചാൽ മതി. ഇത്തരം അടിമയൊക്കെ വെച്ച് ഈ പാവത്തിൻ്റെ തലയിൽ ഈ അടിമയൊക്കെ ഇരിക്കണമെന്ന് നോക്കിയാൽ മതി. ഇപ്പോഴും ഇങ്ങനത്തെ തിന്മ ചെയ്തു വെച്ചിട്ടുണ്ടോയെന്ന് ഒന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ മതി. എത്ര പ്രാർത്ഥിച്ചാലും കാര്യമില്ല, എത്ര കമിഴ്ന്ന് വീണ് കിടന്നാലും കാര്യമില്ല. ജോഷുവ കമിഴ്ന്ന് വീണ് കിടക്കുകയായിരുന്നു. അവൻ കമിഴ്ന്ന് വീണ് ദൈവസന്നിധിയിൽ യാചിച്ചു, പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, ജോഷുവ, ഇത് പ്രാർത്ഥിക്കാനുള്ള സമയമല്ല, നീ പ്രവർത്തിക്കുക. നിന്റെ മക്കൾ, നിന്റെ ജനത എന്ത് ചെയ്തിരിക്കുക? അവൻ ശപഥാർപ്പിത വസ്തു നിന്റെ ഭവനത്തിൽ കൊണ്ടുവച്ചിരിക്കുക. അതുകൊണ്ട് നിന്റെ ജനത പാപം ചെയ്തതുകൊണ്ട് നീ തോൽവി സമ്മതിച്ചേ പറ്റൂ, നീ തോൽക്കപ്പെടും. വെറും 3000 പേര് കൊണ്ട് നിനക്കും നിന്റെ സൈന്യത്തിന് വിജയിക്കാൻ കഴിയുന്നിടത്ത് 36 പേര് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്നിൽ നിന്നും ശപഥാർപ്പിത വസ്തു നീ എപ്പോൾ കളയാൻ തീരുമാനിക്കുന്നോ അപ്പോൾ നീ രക്ഷ പ്രാപിക്കും. ഞാൻ അച്ഛൻ്റെ അടുത്ത് വീണ്ടും സ്ട്രോങ് ആയിട്ട് ചോദിച്ചു, അച്ഛാ, സത്യത്തിൽ ഇത് മനുഷ്യനല്ലേ ബലിയർപ്പിക്കുന്നത്? അടിമ വയ്ക്കുന്നത് മനുഷ്യനല്ലേ? അച്ഛൻ എത്ര ന്യായീകരിച്ചാലും എന്തു വെച്ച് പറഞ്ഞാലും ചെയ്യുന്നത് തിന്മയല്ലേ?
അച്ഛൻ പറഞ്ഞത് അങ്ങനെയല്ല, അതിങ്ങനെയല്ല, പല ന്യായീകരണം നടത്തി. ഞാൻ അവസാനത്തെ ചോദ്യം ചോദിച്ച് അവസാനിപ്പിച്ചു അച്ഛനോട്. അച്ഛാ, ഇനി അച്ഛൻ്റെ മുൻപിൽ ഈ തുണ്ടുപേപ്പറുമായി വരുന്നവരോട് അച്ഛൻ ചോദിക്കണം, അച്ഛൻ പറയുന്ന തലത്തിലാണോ അവൻ വരുന്നത്? അച്ഛൻ ഈ ന്യായീകരണമൊക്കെ നിരത്തി. ഈ ന്യായീകരണത്തിൻ്റെ തലം ഈ വരുന്നവന് മനസ്സിലായിട്ടുണ്ടോ? അതെ, അവൻ ഞാൻ ഈ പറഞ്ഞ തലത്തിലാണോ അവൻ വരുന്നത്? അതൊന്നും ചോദിച്ചിട്ട് എന്ത് ചെയ്യണം? ഈ പ്രാർത്ഥന നടത്തണം. അല്ലെങ്കിൽ അച്ഛൻ്റെ മനസാക്ഷിയെ പോലും വഞ്ചിക്കുക. അച്ഛനെടുത്ത് വയ്ക്കി പറഞ്ഞു, മാനെ, ഞാൻ അച്ഛനായിട്ടില്ലടാ, ഞാൻ അച്ഛനാകുന്ന അതിൻ്റെ എൻഡ് ടൈമിൽ 11ാമത്തെ വർഷം പൊന്തിഫിക്കൽ സെമിനാരിയിൽ ഡീക്കൻ പട്ടമായിട്ടുള്ളൂ. അടുത്ത വർഷം എനിക്ക് അച്ഛൻ പട്ടമുള്ളൂ. ഞാൻ കൂടുതലായിട്ട് പഠിക്കുന്നേ ഉള്ളൂ. ഞാൻ പിന്നീടും അച്ഛൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് കണ്ടു. ഞാൻ നോക്കി, അച്ഛൻ തലയിൽ കവിക്കും, എന്നെ നോക്കും, ഇവൻ പോയോ? വൃത്തിയായിട്ടവൻ പോയിട്ടില്ല. അച്ഛൻ കണ്ണടച്ച് പ്രാർത്ഥിക്കും, വീണ്ടും കൈമാറ്റും, അടുത്ത വ്യക്തി വരും, ടോക്കൺ വാങ്ങിക്കും, നോക്കും, അവിടെ ദുഷ്ട പോടാ. അച്ഛൻ എന്നോട് പറഞ്ഞ ന്യായീകരണം അച്ഛൻ്റെ മനസാക്ഷിക്ക് തൃപ്തിയല്ല. എന്നോട് ന്യായീകരണം പറഞ്ഞു, എന്നെ പറഞ്ഞു വിട്ടു, കുഴപ്പമില്ല, എനിക്ക് അടുത്ത ഡ്യൂട്ടി ഉണ്ട്, എനിക്ക് എൻ്റെ പണി തുടങ്ങി അവിടെ, ഞാൻ പതിയെ എൻ്റെ പണിക്ക് ഞാൻ പോയി, കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് യാത്രയായി, പ്രശ്നമില്ല. പക്ഷെ അച്ഛൻ്റെ മനസാക്ഷി ഇന്നും ചോദ്യം ചെയ്യുന്നുണ്ടാവും. അച്ഛൻ്റെ മനസാക്ഷിയെ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ടാവും, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി ദൈവഹിതമാണോ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അച്ഛനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. എനിക്ക് നല്ല ഉറപ്പാണ്. ഒരു നിമിഷം ഒന്ന് കരം ഉയർത്തി പ്രാർത്ഥിക്കാമോ? ആ പുരോഹിതന് വേണ്ടി. ആ പുരോഹിതൻ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ വചനം ആ വ്യക്തിയെങ്കിലും മനസ്സിലാക്കണം. ഒരു വ്യക്തി മനസ്സിലാക്കിയ ഒരു സമൂഹം അനുഗ്രഹിക്കപ്പെടും, ഒരു സഭ അനുഗ്രഹിക്കപ്പെടും, ഒരു വലിയ സമൂഹം തന്നെ മാറ്റപ്പെടും, വിശുദ്ധിയിലേക്ക് മാറ്റപ്പെടും. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. നമ്മുടെ അജ്ഞതയുടെ കാലത്ത് നമ്മൾ പലരും വീണു പോയിട്ടുണ്ട്. കർത്താവ് പറയും, ഇനിയും ആ പാപത്തിൻ്റെ മേഖലയിലേക്ക് പോകല്ലേ. കർത്താവ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാ. യേശു ക്രിസ്തു നിങ്ങളെ അവൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാ. ഇന്ന് ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ ദേവാലയത്തിൽ അവൻ്റെ ശരീരരക്തങ്ങൾ കൊടുത്ത് വില വാങ്ങി നിന്നെ സ്വർണത്തെപ്പോലെ വെള്ളിയെപ്പോലെ വിശുദ്ധീകരിച്ച് അവൻ്റെ ഭണ്ഡാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവായി, ഏറ്റവും വിലപിടിപ്പുള്ള രക്തമായി നിന്നെ മാറ്റിയെങ്കിൽ നീ ഇനി പഴയ തിന്മയിലേക്ക് പോകരുത്, പഴയ പാപത്തിലേക്ക്, പഴയ ക്ലെയിമുകളിലേക്ക് പോകരുതെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇത്തരം ക്ലെയിം അവസ്ഥകൾ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ, ഇത്തരം ക്ലെയിം വസ്തുക്കൾ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ, ഇത്തരം തിന്മകളുടെ മേഖലകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, കർത്താവേ, എന്നോട് കരുണ വർഷിക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, എന്നോട് കരുണയുണ്ടാകണമേ, യേശുവിൻ്റെ ആത്മാവേ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ തുടക്കം ഒരു ചോദ്യം ചോദിച്ചു. ഒരു വ്യക്തിയാണ് പാപം ചെയ്തത് അല്ലേ? പക്ഷേ ഇസ്രായേൽ ജനം മുഴുവൻ തോറ്റോടി. ഒരൊറ്റ വ്യക്തിയാണ് ശപഥാർപ്പിത വസ്തു എടുത്തത്, പക്ഷേ ഇസ്രായേൽ ജനം മുഴുവൻ തോറ്റോടി എന്ന ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ വ്യക്തമായ തലം നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ യേശുവിൻ്റെ ശരീരത്തിലെ അവയവമാണ്. യേശുവിൻ്റെ ശരീരത്തിലെ തലയ്ക്ക് വേദന എടുത്താൽ കണ്ണിനും വേദന എടുക്കും, കൈക്കും വേദന എടുക്കും, കാലിനും വേദന എടുക്കും. കാരണം എന്തുവാ? സഭയാകുന്ന ഈ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. പൗലോസ് പീഡിപ്പിച്ചത് ആരെയാ? ക്രിസ്ത്യാനിയെ. യേശു പറഞ്ഞു, ആരെയാ നീ പീഡിപ്പിക്കുന്നത്? നീ എന്നെയാ പീഡിപ്പിക്കുന്നത്. പൗലോസ് പറഞ്ഞു, ഞാൻ നിന്നെ എപ്പോഴാണ് പീഡിപ്പിച്ചേ? എടാ, എൻ്റെ സഭയെ പീഡിപ്പിക്കുമ്പോൾ നീ എന്നെയാ പീഡിപ്പിക്കുന്നത്. കാരണം അത് ശിരസ്സായ ക്രിസ്തുവാകുന്ന സഭയുടെ ശരീരത്തിലെ അവയവങ്ങളാണ് ഓരോ ക്രിസ്ത്യാനിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ലേവ്യ പുസ്തകത്തിൽ കൃത്യമായിട്ട് ഒരു നിയമം കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ ജനം സമൂഹത്തിന് ഒരുമിച്ച് ബലിയർപ്പിക്കണം. ലേവ്യ പുസ്തകം അത് വായിക്കണ്ട, കാരണം അതിനുള്ള സമയമില്ല. ലേവ്യ പുസ്തകം 4-ാം അധ്യായം 13, 14 മുതൽ 21 വരെ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ, 13 മുതൽ ലേവ്യ 4-ാം അധ്യായം 13 മുതൽ 21 വരെ വായിച്ചാൽ സഭയ്ക്ക് ഒരുമിച്ച് അല്ലെങ്കിൽ സമൂഹത്തിന് ഒരുമിച്ച് ബലിയർപ്പിക്കേണ്ട സമൂഹ ബലിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഈ പുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളോട് ഞാനൊന്ന് കരം ഉയർത്താൻ പറഞ്ഞു. ദൈവാത്മാവ് എനിക്കൊരു ബോധ്യം നൽകിയിട്ടാണ്. അപ്പോൾ പോലും എനിക്കറിയില്ല എന്തിനാ ഈ പുരോഹിതന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞേ. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, ആ പുരോഹിതൻ നാളെ പുരോഹിതനായി, ഇന്ന് ഡീക്കനാണ്, നാളെ അഭിഷിക്തനായി പുരോഹിതനായി ഒരു ഇടവകയിൽ ചെന്നാൽ അദ്ദേഹത്തിൻ്റെ മനസാക്ഷി ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ, അദ്ദേഹം ഒന്ന് മാനസാന്തരപ്പെട്ട ഒരു ഇടവക മാനസാന്തരപ്പെടും, ഒരു സമൂഹം മാനസാന്തരപ്പെടും, ഒരു സഭ തന്നെ മാറ്റപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇന്ന് സത്യം നമുക്ക് തിരിച്ചറിയാൻ ദൈവം കൃപ നൽകി. ദൈവത്തിൻ്റെ കൃപയാ. ഇന്നലെ എനിക്കത് അറിയില്ലായിരുന്നു, അല്ലേ? കഴിഞ്ഞ കാലഘട്ടത്തിൽ എനിക്കറിയില്ല. എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ ബലിയർപ്പിച്ചു അല്ലെങ്കിൽ അടിമ വെച്ചു, നമുക്കറിയില്ല. നമ്മൾ അജ്ഞതയുടെ കാലത്ത് നമ്മൾ ഇത്തരം നേതാക്കന്മാരുടെ പാത പിന്തുടർന്ന് ഇത്തരം പാപങ്ങളിൽ ചെന്ന് വീണു. പക്ഷെ കർത്താവ് എന്ന് പറയുക, ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? ദൈവം എനിക്ക് ഈ വെളിപ്പാട് നൽകിയെങ്കിൽ, ദൈവം എനിക്ക് ഈ ബോധ്യം നൽകിയെങ്കിൽ, ഈ ചിന്ത എനിക്ക് നൽകിയെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം എന്താ? സഭയാകുന്ന ശരീരത്തിൻ്റെ അവയവങ്ങൾ നമ്മളാണ്. ദൈവസമൂഹത്തിന് ഒന്നാകെ ബലിയർപ്പിക്കാൻ കർത്താവ് ലേവ്യ പുസ്തകത്തിൽ കൽപ്പന കൊടുത്തുവെങ്കിൽ, ഇന്ന് സഭയുടെ ഈ ശരീരത്തിൻ്റെ അംഗമായിരിക്കുന്ന ഒരു വ്യക്തി പാപം ചെയ്താൽ നീ എന്ത് ചെയ്യണം? അവന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഇത്തരം മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്ന ആലയങ്ങളെ വിശുദ്ധീകരിപ്പാൻ ദൈവം ഇറങ്ങി വരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണ്ടേ? ഇന്ന് ആരെങ്കിലും വേദന അനുഭവിക്കുന്നെങ്കിൽ, ഇത് കേൾക്കുമ്പോൾ അയ്യോ ഞാൻ ചെയ്തു പോയല്ലെന്ന് ദുഃഖം അനുഭവിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇന്ന് കർത്താവ് നിനക്ക് വിടുതൽ നൽകാനുള്ള ദിനമാണ്. നിന്റെ ക്ലെയിമിനെ, നിന്റെ ബന്ധനത്തെ, നിന്റെ ഉയർച്ചയെ തടയുന്ന ശപഥാർപ്പിത വസ്തു നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ അതിനെ വിടുവിക്കുവാൻ ഇന്ന് എൻ്റെ യേശു കൃപ ചൊരിയുക. എൻ്റെ യേശു ഇന്ന് വചനത്തിലൂടെ നിന്നെ ഒന്ന് വിടുവിക്കുക. ഹല്ലേലൂയ.